നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷമാണ്. നമ്മുടെ മുഖ്യാതിഥിയെ സംസാരിക്കാനായി ക്ഷണിക്കാനുള്ള നിമിഷമാണ്. യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരം 4 തവണ നേടിയ ഒരേ ഒരു മലയാളി, the man who was described as a man of ideas by our honorable Prime Minister Shri Narendra Modi ji. കലയുടെയും വിപ്ലവത്തിൻ്റെയും മണ്ണായ പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറാണ് അദ്ദേഹം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്, പ്രത്യേകിച്ച് കോട്ടയത്തിന്, നമ്മുടെ സ്വന്തം അഭിമാനമായ ഡോക്ടർ CV Ananda Bose, Honorable Governor of West Bengal, will now address us in his inaugural address. എൻ്റെ പ്രിയ സുഹൃത്തും പ്രിയപ്പെട്ട MLA ശ്രീ മാണി സി കാപ്പൻ, മലയാള മനോരമ വൈസ് പ്രസിഡന്റ് ശ്രീ വർഗീസ് ചാണ്ടി, ഇപ്പോൾ തന്നെ എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഓണറബിൾ ജസ്റ്റിസ് ശ്രീ ദേവൻ രാമചന്ദ്രൻ, ശ്രീ വിനോദ് കുമാർ IPS, ഡോക്ടർ വർഗീസ് പി പുന്നൂസ്, പ്രിൻസിപ്പൽ കോട്ടയം മെഡിക്കൽ കോളേജ്, ശ്രീ സന്തോഷ് കുമാർ, ഡയറക്ടർ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പ്രിയപ്പെട്ട ഹീറോസ് ആൻഡ് ഷീറോസ് ഓഫ് ബ്രില്യൻറ്റ്, ആദ്യമായി ഇത്ര മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം നൽകിയ മനോരമയോടും ബ്രില്യൻറ്റിനോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു സന്തോഷകരമായ രഹസ്യം ഞാൻ എൻ്റെ മുൻപിലിരിക്കുന്ന പുതിയ തലമുറയുമായി പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു ഗവർണർ എന്ന നിലയിൽ ധാരാളം യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അന്തർദേശീയ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗരിമയുള്ള, ഇതുപോലെ പ്രത്യാശ നൽകുന്ന മറ്റൊരു യോഗം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് നന്ദി പറഞ്ഞ് അറിയുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്നത് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പ്രാപ്തിയുള്ള, ഈ ലോകത്തിന് പുതിയ ദിശാബോധം നൽകാനുള്ള കുഞ്ഞുങ്ങളാണ് എന്നുള്ള ആത്മാഭിമാനം എന്നെ തീർച്ചയായിട്ടും വികാര നിർഭരനാക്കുകയാണ്. ഈ സയൻസ് ഒളിമ്പ്യാഡ് ഇതൊരു ചെറിയ കാര്യമല്ല, നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയും പോലെ ഇതൊരു ചെറിയ കാര്യമല്ല. ഞാനൊരിക്കൽ അറ്റോമിക് എനർജി അണുശക്തി വകുപ്പിൽ ചുമതല എനിക്കുണ്ടായിരുന്നു. അണുശക്തി വകുപ്പിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ ഓഫ് ദി അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി. എൻ്റെ ചുറ്റുപാടുമുള്ളതെല്ലാം പ്രമുഖരായ അണുശക്തി ശാസ്ത്രജ്ഞന്മാരാണ്, ആണവ ശാസ്ത്രജ്ഞന്മാർ. അവിടെ ഒരു മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് നടന്നു. ഈ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് നടത്തിയത് അണുശക്തി വകുപ്പാണ്. അതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്കൊരു അമളി പറ്റി. ഞാൻ ഈ ഒളിമ്പ്യാഡിൽ ചെന്നപ്പോൾ 2 കുട്ടികൾ തമ്മിൽ എന്തോ തർക്കിക്കുകയാണ്. ഈ ജിയോമെട്രിയിലുള്ള എന്തോ പ്രശ്നത്തെക്കുറിച്ചാണ്, ജിയോമെട്രിയിലുള്ള എന്തോ കാര്യത്തെക്കുറിച്ച് 2 പേരും തർക്കിച്ചപ്പം ഞാൻ അവിടെ കാറിൽ ഇറങ്ങി ചെല്ലുക. അപ്പോൾ അവർ പറഞ്ഞു, ഈ അങ്കിൾ അതിൻ്റെ ശരിക്കുള്ള ഉത്തരം തരും. എന്തായിരുന്നു അറിയാം അവരുടെ ജിയോമെട്രിയിലെ പ്രശ്നം? എന്നോട് ചോദിച്ചു, അങ്കിൾ, വാട്ട് ഹാപ്പൻസ് വെൻ 2 planes intersect? I said an air crash. പിന്നെയാണ് എൻ്റെ ലിപ്യത ഞാൻ മനസ്സിലാക്കിയത്. കാര്യം അറിയാതെ പലയിടത്തും ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരാറുണ്ട്. അതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നത് ഈ ക്വിസ് മത്സരത്തിൽ ജയിച്ചവർ മാത്രമല്ല, ലോകം ഭരിക്കാൻ പോകുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് ആത്മാഭിമാനം എനിക്കുണ്ട്. നിങ്ങളെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം കുട്ടികളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു രാജ്യമാണ്. ഭാരതം എന്ന പേര് തന്നെ ഭരതകുമാരനിൽ നിന്നുണ്ടായതാണ്. ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും മകനായ ഭരതൻ, അവനവൻ്റെ അച്ഛൻ ആദ്യം കാണുന്നത്, 6 വയസ്സുകാരൻ പയ്യനവൻ്റെ അച്ഛൻ ആദ്യം കാണുന്നത് സിംഹത്തിൻ്റെ വായ പൊളിച്ചു നോക്കി പല്ലെണ്ണി നോക്കി ധീരകുമാരനായിട്ടാണ്. ഭാരതം എന്ന പാദം വന്നത് ആ ഭരതകുമാരനിൽ നിന്നാണ്. അതുപോലെ മഹാഭാരതത്തിൽ ചക്രവ്യൂഹത്തിലേക്ക്, പത്മവ്യൂഹത്തിലേക്ക് കടന്നു ചെല്ലാൻ മുതിർന്നവരെല്ലാം അറച്ചും മടിച്ചു നിന്നപ്പോൾ ഞാനൊരു ബാലൻ അശക്തനെന്നാവിലും മാനിയാമിനോട് താതനെ ഓർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് കയറി ചെന്ന അഭിമന്യുവിനെ തൊട്ട് കേട്ടാണ് നാം വളരുന്നത്. യേശുദേവൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്തേക്ക് വിടുക. ഷേക്സ്പിയർ പറഞ്ഞു, ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ. ഇത് തന്നെയല്ലേ നരന് താതൻ ശിശുവെന്ന് നിർണയം. ഇത് തന്നെയല്ലേ വൈലോപ്പിള്ളി പറഞ്ഞത്?
വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ശരിയല്ലേ? വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് ആദരവർപ്പിക്കുകയാണ്. 3 cheers to the new Gen Z. 3 cheers to Gen Z. Hip hip hooray. ഇത് ഞാൻ മുതിർന്ന തലമുറയ്ക്ക് വേണ്ടി പറയുകയാണ്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു കാര്യം, റൈറ്റ് സഹോദരന്മാർ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും, ഇല്ലേ? എന്താ അവർ ചെയ്തത്? ഉത്തരം പറയണം. എയർപ്ലെയിൻ കണ്ടുപിടിച്ചില്ലേ? എയർപ്ലെയിൻ കണ്ടുപിടിച്ചു. അന്ന് വരെ വിളിച്ചിരുന്ന പേര് ഫ്ലൈയിങ് മെഷീൻ, പറക്കുന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എല്ലാവരും റൈറ്റ് സഹോദരന്മാരോട് പറഞ്ഞു ലീവ് ഫ്ലൈയിങ് ടു ദ ബേർഡ്സ് എന്ന്. റൈറ്റ് സഹോദരന്മാരെന്ത് പറഞ്ഞു? ഈ ബേർഡ്സ് ക്യാൻ ഫ്ലൈ, സോ ക്യാൻ ബി. ഈ ബേർഡ്സ് ക്യാൻ ഫ്ലൈ, സോ ക്യാൻ ബി. ആ ആത്മവിശ്വാസം ഉള്ളത് കുഞ്ഞുങ്ങൾക്കുണ്ടായത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പറക്കാൻ, വിമാനത്തിൽ പറക്കാൻ പറ്റുന്നത്. അതിൽ ഫോർഡിനോട് ഒരിക്കൽ എഡിസൺ തന്നെ പറഞ്ഞു, മോട്ടോർ കാർ എന്നുള്ള ആശയം നടപ്പില്ലാത്തതാണ്. ഫ്യൂട്ടൈൽ എക്സസൈസ് മിസ്റ്റർ ഫോർഡ്, നിങ്ങളിത് നിർത്തിയതിന് ശേഷം എൻ്റെ കൂടെ ചേരൂ, നമുക്ക് ഒന്നിച്ചു നിന്ന് ചില പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി നോക്കാം, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താമെന്ന്. പക്ഷേ ഫോർഡും പിന്തിരിഞ്ഞില്ല. ഈ ബേർഡ്സ് ക്യാൻ ഫ്ലൈ, സോ ക്യാൻ ബി എന്ന രീതിയിൽ ഫോർഡും നിന്നതുകൊണ്ട് നമുക്ക് മോട്ടോർ കാർ കിട്ടി. ഒരു കാര്യവും അസാധ്യമല്ല. നെപ്പോളിയൻ പറഞ്ഞു ഇംപോസിബിൾ ഈസ് എ വേർഡ് ഫൗണ്ട് ഓൺലി ഇൻ ദി ഡിക്ഷണറി ഓഫ് ഫൂൾസ് എന്ന്. ഇംപോസിബിൾ ഈസ് എ വേർഡ് ഫൗണ്ട് ഓൺലി ഇൻ ദി ഡിക്ഷണറി ഓഫ് ഫൂൾസ്. അത് വളരെ ശരിയാണ്. ഒരിക്കലും ഒന്നിൻ്റെ മുമ്പിൽ തലകുനിക്കാതിരിക്കാം. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കഥയുണ്ട്. നേപ്പാളിൽ നടന്ന കാര്യമാണ്. നേപ്പാളിൽ രാജാവ് തീരുമാനിച്ചു രാജകുമാരിയെ, സുന്ദരിയായ രാജകുമാരിയെ രാജ്യത്തെ ഏറ്റവും ധീരനായ യുവാവിനെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ. മറ്റ് രാജാക്കന്മാർക്കോ രാജപുത്രന്മാർക്കോ അല്ല. ആ രാജ്യത്തെ ഏറ്റവും ധീരകുമാരനുമാണ് കുഞ്ഞിനെ കല്യാണം കഴിച്ച് കൊടുക്കുക, രാജകുമാരിയെ. പക്ഷെ ഒരു ടെസ്റ്റുണ്ട്. 3 കാളകളെ അയക്കും, കൂറ്റൻ കാളകൾ. ഈ കാളകളുടെ കൊമ്പിൽ പിടിച്ച് കുത്തണം, അവരെ തോൽപ്പിക്കണം, കൊമ്പിൽ പിടിച്ച് താഴ്ത്തണം. 1ാമത്തെ കാള വന്നു, ഒരു പടുകൂറ്റൻ കാള, ഒരാനയോളം വലിപ്പമുള്ള ഒരു കാള. അത് ചാർജ് ചെയ്തിങ്ങി വന്നപ്പോൾ ധീരകുമാരന്മാരോർത്തു ഇത് വേണ്ട, ഇത് വിട്ടേക്കാം, അടുത്ത കാള വരട്ടെ. അടുത്ത കാള വന്നതോ ഒരു വലിയ കരിമല ഇളകി ആടി വരുന്നത് പോലെയാണ് ആ കാളയുടെ വരും. അതിനെയും വിട്ടു. 3ാമത്തെ കാള വന്ന് ചാടിപ്പിടിച്ചു, കൊമ്പിൽ ചാടിപ്പിടിക്കൂ. പക്ഷേ 3ാമത്തെ കാളയ്ക്ക് കൊമ്പുണ്ടായിരുന്നില്ല. അവസരങ്ങൾ എങ്ങനെയാണ്? അവസരങ്ങൾ വരുമ്പോൾ ചാടിപ്പിടിക്കണം, അവസരങ്ങൾ തേടിയെടുക്കണം. നിങ്ങളെ തേടി വരില്ല, അവസരങ്ങൾ തേടിപ്പിടിക്കണം. എനിക്ക് ഇന്നതാവണം, എൻ്റെ ഭാവി ഇന്നതാവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്തുമായിക്കോട്ടെ, ഏത് രംഗത്ത് നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചാലും ആ രംഗത്ത് യു ഷുഡ് ബി ഏബിൾ ടു എക്സൽ. അതാണ് വേണ്ടത്. അതിനങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് വിഷൻ ആൻഡ് ആക്ഷൻ. വിഷൻ ആൻഡ് ആക്ഷൻ ആർ equally important. If you have vision without action, there is no result. If you have action without vision, the result can be counterproductive. See, everything begins twice. First in the mind, then in the field, isn't it? Everything comes an idea. In the Bible it is said, in the beginning was the Word was with God, and the Word was God. There is a vision in the mind of God, what day and night should be, what man should be. Man is created in the image of God. See, always there is something which happens in the mind. That is why it is said, Milton said, oh, the mind is its own place, and in itself can make a heaven of hell or a hell of heaven. You youngsters should know that mind is its own place, and in itself can make a heaven of hell or a hell of heaven. Do you agree with me? Everything first happens in the mind, then only in the field. Look at the great revolutions of the world, be it the French Revolution, be it the Russian Revolution, be it the American Revolution, be it the mother of all revolutions, India's freedom struggle. Everything happened as a vision of somebody or a group of persons. Then only it comes in the field. And any creative activity. You take for instance Shakespeare. Before Shakespeare dipped his pen in ink, he had a vision of what Macbeth will be, what As You Like It will be, what Twelfth Night will be, what Othello will be, yes, what King Lear will be. Similarly, we all see the great frescoes of Michelangelo on the Sistine Chapel in Vatican. Before he dipped his brush in paint, Michelangelo had a vision of what the day of the judgment will be. So vision should precede action.
There should be a combination of vision and action. That is what determines the difference between success and failure. You know, a few years back, എൻ്റെ അടുത്ത് ആരെങ്കിലും എങ്ങനെ IAS കയറി എന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ പറയും, ചോര തിളപ്പുണ്ട് ഞാൻ പറയും, IAS കിട്ടണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം വേണം, പരിശ്രമം വേണം, ആത്മവിശ്വാസം വേണം. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ, IAS ലോകത്തിലെ ഏത് പരീക്ഷ, ജീവിതത്തിൻ്റെ പരീക്ഷ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മതി, അത് മാത്രം വേണം, ദൈവാനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം വേണം, ദൈവത്തിൽ വിശ്വാസം വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ, എബ്രഹാം ലിങ്കൺ പറഞ്ഞു, വിത്ത് ഹിം ഐ കനോട്ട് ഫെയിൽ, വിതൗട്ട് ഹിം ഐ കനോട്ട് സക്സീഡ്. ദൈവത്തോടൊപ്പം എനിക്ക് പരാജയമില്ല, ദൈവത്തെ കൂടാതെ വിജയമില്ല. ഇന്ന് ഈ പ്രായത്തിൽ 75 വയസ്സ് കഴിഞ്ഞു. ഞാൻ പറയുകയാണ്, ലോകത്തിൽ ഏത് പരീക്ഷ പാസ്സാകണമെങ്കിൽ ദൈവവിശ്വാസം വേണം. ദൈവവിശ്വാസത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ജെറാർഡ് മാൻലി ഹോപ്കിൻസ് എന്ന കവി, അദ്ദേഹം ഒരു ജെസ്വൈറ്റ് പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റെക്ക് ഓഫ് ദ ഡോയിച്ച്ലാൻഡിൽ ജർമ്മനിയിലെ ബ്രഹ്മൻ തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ പുറപ്പെടുകയാണ്. നടുക്കടലിൽ വെച്ച് കാറിലും കോളിലും പെട്ട് കപ്പൽ മുങ്ങുകയാണ്, എൻ്റെ ടൈറ്റാനിക് പോലെ. അതിൽ ഉള്ള യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പലിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, പിടിച്ചു തള്ളുന്നു. എന്തിനെന്നറിയില്ല. മരണം അടുത്തിരിക്കുന്നു എന്ന അവസരം വന്നപ്പോൾ എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പ്രതിയുടെ ശക്തികളെ ജയിക്കാൻ മനുഷ്യനെ കൊണ്ടാവില്ല. അതിനിടയിൽ 5 കന്യാസ്ത്രീകൾ, അവർ അക്ഷോഭ്യരായി ശാന്തരായി മറ്റുള്ളവരെ സമാധാനിപ്പിക്കുകയാണ്. കവി ചോദിക്കുന്നു, ഇവർക്കിതെങ്ങനെ സാധിച്ചു? ഈ 5 കന്യാസ്ത്രീകൾക്ക് മാത്രം ഈ ഉന്മൂലനാശം അടുത്തുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട സ്നേഹത്തിൽ പോലും എങ്ങനെ ശാന്തരായി നിൽക്കാൻ കഴിഞ്ഞു, മറ്റുള്ളവരെ ശാന്തരാക്കാൻ കഴിയുന്നു? അതിൻ്റെ ഉത്തരം ജെറാർഡ് മാൻലി ഹോപ്കിൻസ് എന്ന കവി പറയുന്നു, ടോട്ടൽ സപ്ലിക്കേഷൻ ടു ഗോഡ്. ടോട്ടൽ സപ്ലിക്കേഷൻ ടു ഗോഡ്. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു പരീക്ഷ ജയിക്കണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ പരീക്ഷ ജയിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ സപ്ലിക്കേഷൻ ടു ഗോഡ് വളരെ വളരെ ആവശ്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ചെറിയ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്കിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് ആദ്യം MA പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം വരുന്നത് സ്റ്റേറ്റ് ബാങ്ക്, പിന്നെ റിസർവ് ബാങ്ക്. അത് കഴിഞ്ഞാണ് IAS പരീക്ഷ വരുന്നത്. സ്റ്റേറ്റ് ബാങ്കിലെ പ്രൊബേഷൻ ഓഫീസറായിട്ട് പരീക്ഷയ്ക്ക് എഴുതി കിട്ടി, ജോലി കിട്ടി. അന്ന് കേൾക്കണോ, അന്നത്തെ ശമ്പളം 2000 രൂപയാണ്. അന്ന് സാധാരണ നോവലിലൊക്കെ ഹീറോയ്ക്ക് മാത്രം 4 ഫിഗർ സാലറി, 1000 രൂപ വലിയ ശമ്പളമായിട്ടാണ് കരുതുന്നത്. ആ സമയത്ത് 2000 രൂപ കൊടുത്ത് തരുന്ന ഒരു ശമ്പളം, അതൊരു 20 പൈസ എനിക്കുള്ളൂ, 21. ആ സമയത്ത് വലിയൊരു ശമ്പളമായിരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിൽ നല്ലപോലെ ആളുകൾ നോക്കുകയും ചെയ്യും. അങ്ങനെ 4 വർഷം ഞാൻ സ്റ്റേറ്റ് ബാങ്കിലിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി, ഈ കണക്കെഴുതുന്ന സ്വഭാവം എനിക്ക് ചേർന്നതല്ല. സ്റ്റേറ്റ് ബാങ്കിലെ ഉദ്യോഗമൊക്കെ നല്ലതിന്, പക്ഷേ എൻ്റെ ടെമ്പറമെൻറ്റിന് ചേർന്നതല്ല. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചാൻസ് IAS കിടപ്പുണ്ട്, അതങ്ങ് എഴുതാമെന്ന് കരുതി. ഈ IAS എഴുതിയ സമയത്ത് ഞാൻ, എൻ്റെ മൂത്ത സഹോദരൻ വേണുഗോപാലൻ നായർ, അദ്ദേഹം വന്ന് ചെന്നൈ എയർപോർട്ടിലെ, മദ്രാസ് എയർപോർട്ടിലെ എഞ്ചിനീയറാണ്, കൺവെയർ സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്പേർട്ടാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത ചേച്ചി എനിക്ക് കടുങ്കാപ്പി ഉണ്ടാക്കി തരും, ഞാൻ പറയുന്നതൊക്കെ കേട്ടിരിക്കും. എന്നോട് ആരോ ചോദിച്ചു, IAS കിട്ടാനുള്ള മാർഗം എന്താണ്? യെസ്. അപ്പോൾ ലളിത ചേച്ചി എനിക്ക് ഈ ചായ ഉണ്ടാക്കി തരും, കടുങ്കാപ്പി ഉണ്ടാക്കി തരും, ഞാൻ പറയുന്നത് കേട്ടിരിക്കും. ഞാൻ പറഞ്ഞു, IAS ജയിക്കണമെന്നുണ്ടെങ്കിൽ ലളിത ചേച്ചിയും കടുങ്കാപ്പിയും വേണമെന്ന്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ലളിത ചേച്ചിമാർ കാണും, കടുങ്കാപ്പിയും കാണും. വളരെ മനസ്സിനെ സമാധാനിപ്പിക്കണം, അതാണ് വേണ്ടത്. എനിക്ക് എന്നിട്ടൊരു അമളിയല്ല, അബദ്ധം പറ്റിയത്. ഈ പരീക്ഷ എഴുതുന്നത് ഓരോ ദിവസവും ഓരോ സെൻറ്ററിലാണ്. അത് മൗണ്ട് റോഡ്, ഇന്നത്തെ അണ്ണാശാല. അവിടെ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് 1ാമത്തെ പരീക്ഷ എഴുതി, 3ാമത്തെ പരീക്ഷ അവിടെ തന്നെ എഴുതി, 4ാമത്തെ പരീക്ഷയ്ക്ക് ഞാൻ അവിടെ തന്നെ ചെന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, സാറേ ഇന്നത്തെ പരീക്ഷ ഇവിടെയല്ല, ഇന്നത്തെ പരീക്ഷ ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെയാണ്, ഏതാണ്ട് സമയമായി, ടാക്സി ഒന്നും കിട്ടുന്നില്ല, ബസ്സാണെങ്കിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഞാൻ ആരെയോ കൈ കാണിച്ച് ഏതോ ഒരു ചേച്ചി എന്നെ കൊണ്ടുവന്ന് പരീക്ഷാ ഹാളിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാനിവിടെ റൂമിലേക്ക് കയറി ചെന്നു, ഇൻവിജിലേറ്റർ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി, എന്നിട്ട് വാച്ചിൽ നോക്കി. ഞാൻ ഓർത്ത്, ദൈവമേ, ഇദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് IAS എഴുതാൻ പറ്റില്ല. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് തുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഗോ ആൻഡ് റൈറ്റ് എന്ന്. എനിക്ക് എൻ്റെ കാവൽ മാലാഖ അല്ലേ എന്നെ രക്ഷിച്ചത്.
അതുകൊണ്ട് നാമൊക്കെ പഠിക്കണം, കഠിനാധ്വാനം ചെയ്യണം. ഇതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിലും ഈശ്വര വിശ്വാസം വേണം. പിന്നെ ഒരു ലളിത ചേച്ചിയും കടുങ്കാപ്പിയും വേണം. അതായത് നിങ്ങളെ പൂർണ്ണമായും സമാധാനിപ്പിക്കുന്ന, നിങ്ങളെ കൈപിടിച്ച് മുമ്പോട്ട് പോകുന്ന, നിങ്ങൾക്ക് മാനസികമായ ശാന്തി നൽകുന്ന ഒരു സുഹൃത്താവാം, അച്ഛനാകാം, അമ്മയാവാം, കസിനാവാം, ആരുമാവട്ടെ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ ദൈവത്തെ പഠിച്ചോട്ട് കാര്യമില്ല. പിന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ശ്രീ ദേവൻ്റെ അമ്മയത്തിന് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. അത് വളരെയധികം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുന്നതാണ്. ഞാൻ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, സ്മാർട്ടാവുക. അറിവ് നേടിയതുകൊണ്ട് മാത്രമായില്ല, അറിവ് തിരിച്ചറിവാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഈ ഷേക്സ്പിയറുടെ ഹാംലെറ്റിനെ പോലെ ഒരു നിർണായക മുഹൂർത്തം വരുമ്പോൾ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ശങ്കിച്ച് നിൽക്കരുത്. ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ബ്രില്യൻറ്റിൽ പഠിച്ച ഒരു കുട്ടി, പേര് ഞാൻ മറന്നുപോയി. അവർ IAS കയറാനെ പഠിച്ച, പക്ഷേ അവർക്ക് കിട്ടിയത് എയർ ഹോസ്റ്റസ് ആയിട്ട് നല്ലൊരു ജോലി എയർ ഇന്ത്യയിലാണ്. അപ്പം ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണ്. അപ്പം ഒരു ചെറിയ ബഹളം കേൾക്കാം ഇതിൻ്റെ വിമാനത്തിൻ്റെ 1ാം ക്ലാസ്സിൽ. ലുധിയാനക്കാരി ഒരു സ്ത്രീ, അവർ ഭാഗ്യമൊക്കെ ആയിട്ട് വന്നിട്ട് നേരെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിരുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് മാഡത്തിൻ്റെ സീറ്റ് എക്കോണമി, അത് പുറകിലാണ്, ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ലുധിയാനക്കാരി ചേച്ചി പറഞ്ഞു, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഈ വണ്ടിയിൽ ആദ്യം കയറിയ ഞാനാ, എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ഞാനിരിക്കും എന്നായി. എല്ലാവരും വന്ന് പറഞ്ഞു നോക്കിയിട്ട് ചേച്ചി ഒന്നും അടങ്ങുന്നില്ല. ഒടുവിൽ ഈ ബ്രില്യൻറ്റിൽ പഠിച്ചിറങ്ങിയ എയർ ഹോസ്റ്റസ് ആ പെൺകുട്ടി ക്യാപ്റ്റനോട് ചോദിച്ചു, സാർ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ക്യാപ്റ്റൻ പറഞ്ഞു, ബൈ ഓൾ മീൻസ് യു ട്രൈ. ഈ ബ്രില്യൻറ്റിലെ കുട്ടി ഈ ലുധിയാനക്കാരി ചേച്ചിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. ലുധിയാന ചേച്ചി എന്ത് ചെയ്തു, ബാഗൊക്കെ എടുത്തുകൊണ്ട് വളരെ അനുസരണമുള്ള കുട്ടിയെപ്പോലെ പുറകിൽ പോയി എക്കോണമി ക്ലാസ്സിലിരുന്നു. അപ്പം ഞാൻ ആ എയർ ഹോസ്റ്റസ് ചോദിച്ചു, ഈ ബെർലിനിൽ പഠിച്ച എയർ ഹോസ്റ്റസിനോട്, എന്താ സ്ത്രീയോട് പറഞ്ഞത് അവരിങ്ങനെ അനുസരണമായിട്ട് പുറകോട്ട് മാറാൻ? അങ്കിളെ, ഞാൻ അവരോട് പറഞ്ഞത്, മാഡം ഈ സീറ്റ് ലണ്ടനിലേക്കുള്ളതാ, പുറകിലത്തെ സീറ്റാണ് ഡൽഹിയിലേക്കുള്ളത്. അതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമെയിൻസ് വൺസ് യു ഫോർഗെറ്റ് വാട്ട് യു ലേൺ ഇൻ ദ ക്ലാസ് റൂംസ്. എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമെയിൻസ് വൺസ് യു ഫോർഗെറ്റ് വാട്ട് യു ലേൺ ഇൻ ദ ക്ലാസ് റൂംസ്. ഇന്ത്യ ചരിത്രത്തിലെ ഒരു വലിയ സുവർണാധ്യായം പറയാം. യുദ്ധത്തിൽ തോറ്റ രാജകുമാരൻ യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ തൻ്റെ ഗുരുവുമുണ്ട്. ഇവർ വിധവയുടെ അടുക്കളയിൽ അഭയം പ്രാപിച്ചു. വിധവ മാവ് കലക്കി അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗുരുനാഥൻ രാജകുമാരനോട് പറഞ്ഞു, ആ സ്ത്രീ അപ്പം ചുടുന്നു നോക്കുക, നിനക്ക് അപ്പം തിന്നണമെന്നുണ്ടെങ്കിൽ അരികിൽ നിന്ന് തിന്നണം, നടുക്ക് കടിച്ചാൽ നാവ് പൊള്ളുമെന്ന്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ രാജകുമാരൻ യുദ്ധക്കളത്തിലേക്ക് വീണ്ടും തിരിച്ചോടി ശത്രുവിനെ ഏറ്റവും പിൻഭാഗത്ത് നിന്ന് ആക്രമിച്ച് സാമ്രാജ്യം സ്ഥാപിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ചന്ദ്രഗുപ്ത മൗര്യൻ യുദ്ധം ചെയ്യാൻ പഠിച്ചത്, മിലിറ്ററി സ്ട്രാറ്റജി പഠിച്ചത് ഒരു വിധവയുടെ അടുക്കളയിലെ അപ്പച്ചട്ടയിൽ നിന്നാണ്, അല്ലാതെ സാനിറ്റൈസ്ഡ് അക്കാഡമിയിൽ നിന്നോ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്നോ അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമെയിൻസ് വാട്ട് റിമെയിൻസ് വൺസ് യു ഫോർഗെറ്റ് വാട്ട് യു ലേൺഡ് ഇൻ ദ ക്ലാസ് റൂംസ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ട ഒരു കഥ ഓർക്കുകയാണ്. ഞാനൊരു മാന്നാനംകാരനാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു ജോർജ് കുട്ടി പഠിക്കാനൊക്കെ എടുക്കണം, പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. അദ്ദേഹം സാധാരണ എന്നൊക്കെ ചെയ്യുന്ന പോലെ മദ്രാസിലേക്ക് വണ്ടി പിടിച്ച് കയറി, അവിടെയും ജോലി കിട്ടിയില്ല. ബോംബെയിൽ പോയി, അവിടെയും കിട്ടിയില്ല. അദ്ദേഹം കൽക്കട്ടയിൽ വന്ന് അവിടെ ഒരു ജെമിനി സർക്കസിൻ്റെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മലയാളിയാണ് എൻ്റെ മാനേജർ. അപ്പോൾ ഈ ജോർജ് കുട്ടി മാനേജരോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി സർക്കസിൽ ഒപ്പിച്ചു തരാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യും, ആഹാരം കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ തരാം, തൽക്കാലം നീ ഇവിടെ കൂടെ എന്ന് പറഞ്ഞു. ഈ സർക്കസിലൊരു രംഗമുണ്ട്, ഉദ്വേഗജനകമായൊരു രംഗം. സിംഹത്തിൻ്റെ കൂട് കൊട്ടകയുടെ നടുക്ക് കൊണ്ടുവയ്ക്കും, അതിനുശേഷം ചിമ്പാൻസിയുടെ കുരങ്ങൻ്റെ കൂട് സിംഹത്തിൻ്റെ കൂടെ അടുത്ത് കൊണ്ടുവയ്ക്കും. പതുക്കെ സിംഹത്തിൻ്റെ കൂട് തുറക്കും, പതുക്കെ കുരങ്ങൻ്റെ കൂട് തുറക്കും,
കുരങ്ങനെ തള്ളി സിംഹത്തിൻ്റെ കൂട്ടിലേക്കിടും. സിംഹം ചാടി ഇവനെ പിടിക്കാനായിട്ട് കടിക്കാനായിട്ട് വരികയാണ്. ഈ കുരങ്ങൻ സമർസോൾട്ട് അടിച്ച് ചാടിയും മറിഞ്ഞും ഒക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ ഉദ്വേഗജനകമായ രംഗം കാണാനാണ് ആളുകളെ പൈസ കൊടുത്ത് ഒരു കൊട്ടകയിൽ, സർക്കസ് കൊട്ടകയിൽ എത്തുന്നത്. ഒരു ദിവസം ഈ ചിമ്പൻസി കുരങ്ങ് ചത്തുപോയി. ഷോ തുടങ്ങാൻ സമയമായി. ഈ ഷോ ഇല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ബഹളമുണ്ടാക്കും. ഏതാണ്ട് മെസ്സി കൽക്കട്ടയിൽ വന്ന പോലെ ആയിത്തീരും സർക്കസ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ജോർജ് കുട്ടിയോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ ചിമ്പൻസി ആയിട്ടൊന്ന് കൂട്ടിൽ കയറണം. അപ്പം പറഞ്ഞു, ഞാനോ? സിംഹത്തിൻ്റെ തലയിലേക്ക് വായിലേക്ക് എൻ്റെ തല വെച്ച് കൊടുക്കാനും. അവരെ നിർബന്ധിച്ച് അവനെ ചിമ്പൻസിയുടെ വേഷമിട്ട് ഷോ തുടങ്ങാറായി. സിംഹത്തിൻ്റെ കൂട് കൊണ്ടുവന്ന് നിർത്തി. ഉദ്വേഗജനകമായ രംഗം. ചിമ്പൻസിയുടെ കൂട് കൊണ്ടുവന്ന് നിർത്തി. പതുക്കെ 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 സിംഹത്തിൻ്റെ കൂട് തുറന്നു. പതുക്കെ 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 ചിമ്പൻസിയുടെ കൂട് തുറന്നു. ചിമ്പൻസിയെ തള്ളി സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് അയച്ചു. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ജോർജ് കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലരുതേ, ഞാനൊരു BA കാരനാണ്. സിംഹം പറഞ്ഞു, പേടിക്കണ്ടടാ, ഞാനൊരു MA കാരനാണ്. അപ്പോൾ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഈസ് എൻറിച്ച്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഈസ് എൻലൈറ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഈസ് ഇമാൻസിപ്പേഷൻ എന്നൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം. എഡ്യൂക്കേഷൻ ഷുഡ് ഓൾസോ ലീഡ് ടു എംപ്ലോയ്മെൻറ്റ്. അത് തന്നെയാണ് എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമെയിൻസ് വൺസ് യു ഫോർഗെറ്റ് വാട്ട് യു ലേൺ ഇൻ ദ ക്ലാസ് റൂം. ഞാൻ പറഞ്ഞ ആവർത്തന വിരസമാണെങ്കിൽ ക്ഷമിക്കണം. ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർത്തു പോവുകയാണ്. ഓൾവേസ് വി ഷുഡ് ബി എ സ്റ്റുഡൻറ്റ്. എനിക്കിന്ന് പ്രായം 75ആയി. ഇന്നും എന്തെങ്കിലും പുതിയ അറിവ് ആരുടെയെങ്കിലും കയ്യിൽ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടിയാൽ അതൊരു വലിയ അറിവായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. അത് വളരെ ആവശ്യമാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കണം. അത് പറയാനുള്ളൊരു കാരണമുണ്ട്. ഒരു സംസ്ഥാനത്ത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ യുദ്ധമാണ്. ബംഗാളിലല്ല കേട്ടോ, ബംഗാളിലല്ലേ, കേരളത്തിലുമല്ല, വേറൊരു സംസ്ഥാനം. അവിടെ ഒരിക്കലൊരു വലിയ വെള്ളപ്പൊക്കം, ടൊറൻഷ്യൽ റെയിൻ, ക്ലൗഡ് ബേസ്റ്റ്. മുഖ്യമന്ത്രി ഓർത്തു, ഈ പത്രക്കാർക്കൊക്കെ എഴുതാൻ ഏറ്റവും നല്ലത് ഒരു ഏരിയൽ സർവേക്ക് പോയി, ഹെലികോപ്റ്റർ കയറി ധാരാളം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാം എന്നുള്ള രീതിയിൽ പോയി. പത്രക്കാരതൊക്കെ എഴുതിക്കോളൂ, വലിപ്പിച്ചൊക്കെ എഴുതിച്ചോളൂ. അപ്പോൾ ഇത് ഗവർണർ പോകും, മുഖ്യമന്ത്രി പോകുന്നുണ്ട് ഏരിയൽ സർവേ, ഞാനും പോകും. അങ്ങനെ മുഖ്യമന്ത്രിയും ഗവർണറും DGPയും ചീഫ് സെക്രട്ടറിയും എല്ലാം കൂടെ ഹെലിപ്പാഡിൽ ചെന്നു. അവിടെ ചെന്നപ്പം ഹെലികോപ്റ്റർ അവിടെ ഉണ്ട്, പക്ഷേ പൈലറ്റിനെ കാണാനില്ല. പൈലറ്റ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാൻ സ്കൂളിൽ പോയതാണ്. പൈലറ്റും കുഞ്ഞുമായിട്ട് വന്നപ്പോഴത്തേക്കും കാണാം മുഖ്യമന്ത്രി നിൽക്കുന്നു, ഗവർണർ നിൽക്കുന്നു, DGP ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്ക് ഒരു ഏരിയൽ സർവേക്ക് വേണം ഈ ഹെലികോപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഭവ്യമായിട്ട് ഈ പൈലറ്റ് പറഞ്ഞു, സാർ എനിക്കൊരു 5 മിനിറ്റ് തരണം. അതെന്തിനാ? ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് വീട്ടിലാക്കിയിട്ട് വരാം. വളരെ മഗ്നാനിമസായിട്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞു, അതൊന്ന് സാർ അവനും കൂടെ ഇരിക്കട്ടെ, അവനൊക്കെ ഇത് കണ്ട് പഠിക്കട്ടെ, കുഞ്ഞല്ലേ അവൻ. അങ്ങനെ ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊങ്ങിയവ ചെറിയൊരു തട്ടും മുട്ടും ശബ്ദം കേൾക്കാം. ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി, അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഒരു പ്രശ്നമുണ്ടായാൽ എപ്പോൾ താഴെ വീഴുമെന്ന് അറിയാം. അദ്ദേഹം ഒരു പാരച്യൂട്ട് എടുത്തിട്ട് താഴേക്ക് ചാടി. പുറകെ ഗവർണർ ചാടി, പുറകെ DGP ചാടി, പുറകെ ചീഫ് സെക്രട്ടറി ചാടി. അപ്പോൾ പൈലറ്റ് മോനോട് പറഞ്ഞു, മോനെ ഇനി ഒരു പാരച്യൂട്ടേ ബാക്കിയുള്ളൂ, അതെടുത്ത് മോൻ ചാടി രക്ഷപ്പെടുക. അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അച്ഛൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളാം. അപ്പോൾ മോൻ പറഞ്ഞു, അല്ല അച്ഛാ, 2 പാരച്യൂട്ട് ബാക്കിയുണ്ട്. അതെങ്ങനെയാണ് മോനെ? ആകെ 5 പാരച്യൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 4 പേര് ചാടി, ഇനി ഒരെണ്ണല്ലേ ബാക്കിയുള്ളൂ. അല്ല അച്ഛാ, ആ ഗവർണർ അങ്കിളിൻ്റെ സ്കൂൾ ബാഗ് പുറത്തിട്ടുണ്ടാ ചാടിയത്. ഞാനിവിടെ വന്നത് പഠിക്കാനാ. ഈ സ്കൂൾ ബാഗും പാരച്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളിൽ നിന്ന്, ക്വിസിന് സമ്മാനം കിട്ടിയവരിൽ നിന്ന് പഠിക്കാൻ വന്നതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഞാൻ ജോർജ് കുട്ടിയുടെ കാര്യം പറഞ്ഞു. KE കോളേജിൽ പഠിക്കുമ്പോൾ രാംചാ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. രാംചായ്ക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിലും ജോലിയൊന്നും കിട്ടിയില്ല. അത് പിന്നെ അത് IAS എഴുതി. ഈ രാംചായുടെ ആരോ പറഞ്ഞു, റെണുഗുണ്ടയിൽ ആന്ധ്രാപ്രദേശിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്, റെയിൽവേ സിഗ്നൽമാനെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ രാംചായോട് അപേക്ഷിക്കാൻ പറഞ്ഞ് രാംചാ അപേക്ഷിച്ചു, ഇൻ്റർവ്യൂവിന് പോയി. അപ്പം രാംചായ്ക്ക് അറിയാം ഇൻ്റർവ്യൂ ഒക്കെ വെറും പ്രഹസനമാണ്, നേരത്തെ ആരെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞ് കാണും. ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ രാമേന്ദ്രൻ ചെന്നു. ആ ബോർഡ് വളരെ പോമ്പസ് ആയിട്ട് ചോദിച്ചു, യു ആർ മിസ്റ്റർ രാമചന്ദ്രൻ? യെസ് സർ.
യു അപ്ലൈഡ് ഫോർ ദ റെയിൽവേ സിഗ്നൽമാൻ ആയിട്ടല്ലേ നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നത്? അതെ സർ. മിസ്റ്റർ രാമചന്ദ്രൻ, 2 ട്രെയിനുകൾ ഒരേ പാളത്തിൽ എതിർ ദിശയിൽ അമിത വേഗത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്ക്. 2 ട്രെയിനുകൾ ഒരേ പാളത്തിൽ എതിർ ദിശയിൽ അമിത വേഗത്തിൽ വരികയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? രാമേന്ദ്രൻ പറഞ്ഞു, സാർ ഞാൻ ഓട്ടോമാറ്റിക് സിഗ്നലിട്ട് 2 ട്രെയിനും നിർത്തും. അടുത്ത ചോദ്യം, മിസ്റ്റർ രാമചന്ദ്രൻ, ദി ഓട്ടോമാറ്റിക് സിഗ്നൽ ഈസ് നോട്ട് ആക്ടിവേറ്റഡ്, ഓട്ടോമാറ്റിക് സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ? അപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു, എങ്കിൽ ഞാൻ മാനുവൽ സിഗ്നലിട്ട് 2 ട്രെയിനും നിർത്തും. അടുത്ത ചോദ്യം, മാനുവൽ സിഗ്നൽ തലേന്ന് ഇടിവെട്ടിപ്പോയാലോ? അപ്പോൾ രാമേന്ദ്രൻ മനസ്സിലായി ഇൻ്റർവ്യൂ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന്. അപ്പോൾ എങ്കിലും പറഞ്ഞു, സാർ ഞാൻ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് ഒരു ട്രെയിൻ ലെവൽ ക്രോസിൽ നിർത്തും. മിസ്റ്റർ രാമചന്ദ്രൻ, സപ്പോസ് ലാൻഡ് ഫോൺ ഈസ് എൻഗേജ്. അപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ചോട്ടുറാമിനെ വിളിക്കും. ചോട്ടുറാം 2 ട്രെയിൻ എതിർ ദിശകളിൽ അമിത വേഗത്തിൽ വരികയാണ്, നിങ്ങൾ ചോട്ടുറാമിന് ആരായി ചോട്ടുറാം? ആ ചോട്ടുറാം എന്ന് പറയുന്നത് സാറേ എൻ്റെ കുഞ്ഞനിയനാവും, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനാവും. ഈ ചോട്ടുറാം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ചോട്ടു ഈ ചോട്ടുറാമിനെ എന്തിനാണ് ഇപ്പം വിളിക്കുന്നത്? എന്താണെന്നറിയോ? ഇവിടെ നിങ്ങളോട് പറഞ്ഞ 2 ട്രെയിൻ എതിർ ദിശകളിൽ അമിത സ്പീഡിൽ ഓടി വരികയാണ്, ചോട്ടുറാമിനെ എന്തിനാണ് വിളിക്കുന്നത്? അത് സാറേ എന്താണെന്നറിയോ? അതെന്ന് വെച്ചാൽ അവൻ ഇതിനു മുമ്പ് 2 ട്രെയിൻ കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ട് ഇതൊന്ന് കണ്ടോട്ടെ എന്ന് വെച്ചു. ഇത് തന്നെയാണ് എൻ്റെ എളിയ ജീവിതത്തിൽ ഞാനത് ചെയ്യാവുന്നതൊക്കെ നല്ലതുപോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആർക്കും തൃപ്തിയായില്ലെങ്കിൽ ചോട്ടുറാമിനെ വിളിച്ച് രക്ഷപ്പെടുക. ഒരു IAS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഞാൻ മന്ത്രിമാരോട് ചേരുന്നു. അങ്ങനെ തന്നെയാണ്. അത് കാപ്പനൊക്കെ അറിയാം. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞ് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന്, ഇങ്ങനെയുള്ള ദീർഘമായി പ്രസംഗിക്കുന്ന ആളുകളെ കണ്ടാൽ ശ്രീ കാപ്പനോടും അതുപോലെ ദേവൻ രാമേന്ദ്രനോടും എനിക്ക് അവർക്ക് സഭയെ നിയന്ത്രിക്കാൻ അറിയാമെങ്കിലും ഒരു ചെറിയ ടിപ്പ് ഞാൻ തരികയാണ്. ഈ സിംഗപ്പൂരിലെ നിയമമുണ്ട്. സിംഗപ്പൂരിലെ നിയമം അനുസരിച്ച് ആർക്കും 5 മിനിറ്റിൽ കൂടുതൽ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പ്രസംഗിച്ചാൽ ഒരു നിയമം അനുസരിച്ച് അവിടെ ഒരു ഇൻഷുറൻസ് സ്കീമുണ്ട്. ശ്രോതാക്കളുടെ സമയം ഇൻഷുർ ചെയ്യും, പ്രസംഗിക്കുന്നയാൾ പ്രീമിയം കൊടുക്കണം. വേണമെങ്കിൽ ഈ മോഡൽ നമുക്കിവിടെ ബ്രില്യൻറ്റിലും തുടരാം. അതുമല്ലെങ്കിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പിന്നെ ഗ്രീസ്, ആഥൻസ് ഈസ് എ ക്രൈഡിൽ ഓഫ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയിലെ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമാണ് ആഥൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ശൈലിയുണ്ട്. ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് സെനറ്ററോ MLA MP ഒന്നും ആവണ്ട, ഏത് പൗരനും വന്നൊരു പ്രമേയം അവതരിപ്പിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, പ്രസംഗിക്കുന്നതിന് മുമ്പ് വന്നൊരു തടി കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കണം. മുമ്പിൽ ഇതുപോലെ ധാരാളം ആളുകൾ സിറ്റി സ്ക്വയറിൽ ഇങ്ങനെ നിരന്ന് നിന്നിരിക്കും. ഇത് കാണാൻ പ്ലാറ്റ്ഫോമിൽ തടി കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കും. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് സിറ്റി ഫാദർ മേയർ വന്ന് ഒരു കയർ കൊണ്ടുള്ള കുരുക്ക് ഈ പ്രസംഗിക്കുന്നയാളുടെ കഴുത്തിലേക്കിടും. ഈ പറയുന്ന കാര്യം ശ്രോതാക്കളെ സ്വീകരിച്ചാൽ ഈ കുരുക്ക്, കയറിൻ്റെ കുരുക്ക് മാറ്റിയിടും. അല്ലെങ്കിലോ അടിയിലെ പലക ഇളക്കി കളയും, പ്ലാറ്റ്ഫോം എടുത്ത് മാറ്റും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഗ്രീക്ക് മോഡലാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത പ്രാവശ്യം ഈ ഗ്രീക്ക് മോഡൽ ഇവിടെ നടപ്പാക്കണമെന്നും എന്നെയും വിളിക്കണമെന്നും, പ്ലാറ്റ്ഫോമിൽ നിൽക്കാനല്ല അത് കാണാനായിട്ട് വിളിക്കണമെന്നും അഭ്യർത്ഥനയുണ്ട്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്ത് എനിക്ക് വീണ്ടും ഒരു അമളി പറ്റി. എൻ്റെ മോള് പറയും, അവളിന്നില്ല, അച്ഛനൊരു അമളി പറ്റിയെന്നുള്ളൂ, അച്ഛന് പറ്റിയെന്ന് പറഞ്ഞാൽ മതി, അമളിയാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന. അതാണ് എൻ്റെ റെപ്യൂട്ടേഷൻ എൻ്റെ വീട്ടിൽ. ഈയിടെ ഞാൻ ഗവർണറായി ചാർജ് എടുത്തതിന് ശേഷം 50 സർവകലാശാലകളുടെ ചാൻസലറാണ്. ഈ സർവകലാശാലകളുടെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ കോൺവൊക്കേഷൻ നടന്നിട്ടില്ല. കുട്ടികൾക്ക് ഡിഗ്രി കിട്ടുന്നില്ല, ജോലിയെടുക്കാൻ പോകാൻ പറ്റുന്നില്ല, വിദേശത്ത് പോകാൻ പറ്റുന്നില്ല. ഞാനതൊരു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അവിടെ പോയി കോൺവൊക്കേഷൻ സംഘടിപ്പിച്ച് ഈ ഡിഗ്രി കൊടുക്കാൻ തുടങ്ങി. 1 മണിക്കൂർ നീണ്ടുന്നൊരു കോൺവൊക്കേഷൻ അഡ്രസ്സ്. അപ്പോൾ ആളുകളൊക്കെ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഞാൻ നീണ്ട് പ്രസംഗിച്ചു. അവസാനം ഞാൻ കുട്ടികളോടായി പറഞ്ഞു, വി നീഡ് എഡ്യൂക്കേഷണൽ റിഫോം, വി നീഡ് ഇൻഡസ്ട്രിയൽ റിഫോം, വി നീഡ് അഗ്രികൾച്ചറൽ റിഫോം, വി നീഡ് സോഷ്യൽ റിഫോം. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് എന്നോട് പറഞ്ഞു, ബട്ട് യു നീഡ് സം ക്ലോറോഫോം. ഇത് പറയിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. എല്ലാവരും IAS IPS ഒക്കെ ആയി ജീവിതത്തിൽ വിജയിക്കട്ടെ, ലോകം പിടിച്ചെടുക്കട്ടെ എന്ന അഭ്യർത്ഥനയോട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Brilliant Study Center, India's #1 coaching center for NEET and